ഇഷ്ടപ്പെട്ട ഇതുവരെ ചെയ്ത സിനിമകൾ എത്ര എത്ര സിനിമകൾ? 30 സിനിമ ആറായി. ഇഷ്ടപ്പെട്ട മനസ്സിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ സിനിമ ഏതാണ്? അല്ല, അങ്ങനെ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാര്യം എനിക്കിപ്പോൾ 5 മക്കളുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട മകനാണെന്ന് ചോദിച്ചാൽ ബാക്കി 4 മക്കളെന്ത് എനിക്കുള്ളതല്ലേ? അല്ല, ജനപ്രിയ ഏറിയത്. അല്ല, അത് ജനമാണ് തീരുമാനിക്കേണ്ടത്. ജനം തീരുമാനിച്ചെടുത്തത് ഏതാണ്? ഒരുപാട് സിനിമകളുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ നമുക്കൊരു തരംതിരിവിൻ്റെ ആവശ്യമില്ല. കാരണം അപ്പോൾ പിന്നെ എല്ലാ സിനിമ കഴിയുമ്പോഴും നമ്മൾ ഇന്ത്യ ഇപ്പോൾ ലേറ്റസ്റ്റ് സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ വരുമ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ സിനിമകളെ പറ്റി മറക്കുകയാണ്. കാര്യം ഞാൻ എൻ്റെ പുതിയ സിനിമയെ പറ്റി ആലോചിക്കുന്നത്. ഞാൻ കഴിഞ്ഞ അടുത്ത പറ്റി ആലോചിച്ചൊരു കാര്യമില്ല. കാരണം ആ സമയം കൊണ്ട് നമുക്ക് പുതിയതായിരുന്നില്ല ആലോചിക്കാം. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച കാലവും കോളേജിൽ പഠിച്ച കാലവും അല്ലെങ്കിൽ ഞാൻ ചെയ്ത സിനിമകളെ പറ്റിയും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിച്ചത് എന്താ കാര്യം? വെറുതെ അത് പിന്നെ വയസ്സായിട്ട് കട്ടിലൊക്കെ ഒരു കാലൊക്കെ ചാരു കസേരയിലേക്ക് കിടന്നിട്ട് ആലോചിക്കാം. ഓ പണ്ട് അത് വരട്ടെ, അതിന് സമയമാവുന്നേ ഉള്ളൂ. അപ്പോൾ എങ്കിലും നമുക്ക് പഴയ കാലത്തേക്ക് പോകാം. നമ്മുടെ ഒന്ന് ഓർത്തെടുക്കാം പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി. എങ്ങനെയാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത്? സിനിമ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ക്ലാസ്സിൽ ഇരുന്നേക്കാൾ കൂടുതൽ ഇരുന്നിട്ടുള്ള തിയേറ്ററുകളിലായിരിക്കും. കാര്യം കഴിയുന്നിടത്തോളം ക്ലാസ് വെട്ടിച്ച് സിനിമ കാണാൻ പോവുക എന്നുള്ളതാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും കോളേജിൽ പഠിക്കുന്ന കാലത്തും പിന്നെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് നാടക പ്രവർത്തനം ഉണ്ടായിരുന്നു, അഭിനയം ഉണ്ടായിരുന്നു, സംവിധാനം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് സ്റ്റേറ്റ് ലെവലിലൊക്കെ ബെസ്റ്റ് ആക്ടറായി കിട്ടിയിട്ടുള്ള ആളാണ്. ഞാൻ പല സ്കൂളിലും പഠിച്ചു. എൻ്റെ ഫാദർ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. ഇങ്ങനെ യാത്രയായിരുന്നു. ഒരു കലാപ്രവർത്തനത്തിലേക്ക് ഞാൻ വരാനൊരു ഇടയാക്കിയ സ്കൂൾ എന്ന് പറയുന്നത് കടക്കാവൂർ പഠിക്കുന്ന കാലത്താണ്. കടക്കാവൂർ SSPBHS സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ ഒരു രാമൻ നായർ സാർ എന്ന സാറാണ് എനിക്കൊരു ഇതിനോടൊരു കലാരംഗത്തേക്ക് എനിക്കൊരു താല്പര്യം. അവിടെ നിന്നാണ് ഞാൻ പിന്നെ കോളേജ് വന്നപ്പോഴും വീണ്ടും കലാപ്രവർത്തനം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഫിലിം സൊസൈറ്റിയുടെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന കാലം. അങ്ങനെ ഫിലിം സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ കാണാനുള്ള അവസരം ഉണ്ടായി. അങ്ങനെ സിനിമയിലേക്ക് ഒരു താല്പര്യം വന്നു. പിന്നെ അന്ന് സിനിമാ രംഗത്തേക്ക് വരുമെന്ന് ഒന്ന് വിശ്വാസം ഉണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല, ഒന്നും വിശ്വാസമില്ലായിരുന്നു. എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനൊരു ഇലക്ട്രിസിറ്റി ബോർഡിൽ ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായിരുന്നു. രാഘവൻ തമ്പി അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് ഇന്ദിരാ തമ്പി. രണ്ടുപേരൊന്നും ഇല്ല. എത്ര പേരാണുള്ളത്? ഞങ്ങൾ 2 പേര്. ഞാനും എൻ്റെ പെങ്ങളുണ്ട് ആശ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങനെ കോളേജിലും ഒക്കെ നാടകത്തിൽ കൂടെ തന്നെയാണ് ഫസ്റ്റ്? നാടകത്തിൽ വന്നു. പിന്നെ ഞാൻ ഈ ഫിലിം സൊസൈറ്റി ഒരു മൂവ്മെൻറ്റ് വന്ന സമയത്താണ് സിനിമയിലേക്ക് താല്പര്യം വന്നതും. അങ്ങനെ പക്ഷേ എൻ്റെ ഫാദർ വളരെ അടമൻ്റായിരുന്നു. ഒരു കോളേജ് വിദ്യാഭ്യാസം കഴിയാതെ ഒന്നും പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാൻ ഫിലിം സൊസൈറ്റി കാലത്ത് തന്നെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതിലൊരു വ്യക്തിയാണ് GS പണിക്കർ. ഏകാകിനി എന്ന സിനിമയിൽ ചെയ്ത അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സിനിമ പ്രകൃതി മനോഹരി എന്ന സിനിമയിൽ അഭിനയിക്കാനാണ് ആക്ച്വലി ഞാൻ ആ ലൊക്കേഷനിലെത്തിയത്. പക്ഷേ അവിടെ വെച്ചാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത്. കാരണം അഭിനയത്തിലുപരിയായിട്ട് ഒരു സംവിധാനമാണ് എൻ്റെ തട്ടകമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് നിന്ന് ആദ്യാക്ഷരങ്ങൾ പഠിച്ചത്. ഏത് പ്രായത്തിൽ? 18-20 വയസ്സ് കാലഘട്ടത്തിൽ. പിന്നെ ഞാൻ ശ്രീ ബാലേന്ദ്ര മേനോൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്ത് 5-6 വർഷം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രീ കമലിനോടുണ്ടായിരുന്നു. കമൽ ഞാൻ വളരെ ക്ലോസ് ഫ്രണ്ട്സുമാണ്. കമലിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ സിനിമയിലേക്ക് വന്നത്. ശ്രീ ബാലേന്ദ്ര മേനോനാണ് എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് കാരണബോധനം. അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി അദ്ദേഹം നായകനായി അഭിനയിച്ച സിനിമയാണ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. ഇവരുടെ കമൽ സാറ്, മേനോൻ സാറ്, പണിക്കർ സാറ്, ഇവരുടെയൊക്കെ ഡയറക്ഷൻ വ്യത്യസ്തത എങ്ങനെയൊക്കെ? അല്ല, ഇപ്പോൾ 3 പേരും 3 തലങ്ങളിൽ നിൽക്കുന്നവരാണ്. ഇപ്പോൾ പണിക്കർ സാറിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം ഒരു ആർട്ട് സിനിമയുടെ ആളാണ്. ഒരു പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആളാണ്. ഇപ്പോൾ മേനോൻ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് മലയാളത്തിലെ ഏറ്റവും കുടുംബങ്ങൾ വെച്ച് ആരാധിച്ചിരുന്ന വ്യക്തിയാണ്. ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറുകളെക്കാളും പിന്നെ കാരണം ബാലേന്ദ്ര മേനോൻ്റെ ഒരു സിനിമ തിയേറ്ററിലെത്തിയാൽ പോയി കണ്ടിരിക്കും കുടുംബം. കാരണം അന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കാലത്ത് പോലും ഞങ്ങൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ പോലും ബാലേന്ദ്ര മേനോൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വാല്യൂ ആണ് തിയേറ്ററിൽ. കാരണം അതൊരു കാലഘട്ടം. കമൽ അങ്ങനെയല്ല. കമൽ വേറൊരു രീതിയിലുള്ള സിനിമകൾ എടുത്തിരുന്ന ആളാണ്. കമൽ കുറച്ച് ഒരു മധ്യവർത്തിയായുള്ള സിനിമകളും പിന്നെ കുറച്ച് സിനിമ വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അങ്ങനെ പക്ഷേ ഈ 3 പേരുടെ ഒരു പാറ്റേണിലല്ല ഞാൻ സിനിമകൾ ചെയ്തത്. കാരണം അതിൻ്റെ ഒരു ഈശ്വരാധീനമാണോ അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ശ്രീ ബാലേന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ സിനിമയായിരുന്നു ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. അതിന് തിരക്കഥ അദ്ദേഹം ഒരുക്കി, അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുകയും ചെയ്തു. ആ സിനിമ എന്നെക്കൊണ്ട് സംവിധാനം ചെയ്യിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ശ്രദ്ധിക്കപ്പെടാൻ പറ്റിയത്. അതേസമയത്ത് ശ്രീ ബാലേന്ദ്ര മേനോൻ ചെയ്തുകൊണ്ടിരുന്ന അതേ ഒരു ജനുസിൽപ്പെട്ടൊരു സിനിമയാണ് ഞാൻ സംവിധാനം ചെയ്തിരുന്നതെങ്കിൽ
ഒരിക്കലും ഒരു സംവിധാനം എന്ന നിലയ്ക്ക് എനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി കിട്ടില്ലായിരുന്നു. പറ്റില്ലായിരുന്നു. അതെൻ്റെ ഒരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമാണെന്ന് ഞാൻ പറയും. അടുത്ത രണ്ടാമത്തെ പടം ഏതായിരുന്നു? രണ്ടാമത്തെ പടം വിറ്റ്നസ്. വിറ്റ്നസ് നേരത്തെ പറഞ്ഞല്ലോ. അതൊരു മലയാളത്തിലെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു അത്. കാര്യം ഒരു ഹ്യൂമറും ഒരു ഇൻവെസ്റ്റിഗേഷനും സസ്പെൻസും എല്ലാം കൂടെ ഇലകടർത്തിയൊരു സിനിമയായിരുന്നു അത്. ശ്രീ ജഗദീഷ് കുമാരനായിരുന്നു എൻ്റെ കഥയുടെ ഒരു ത്രെഡ്. പിന്നെ ഞാനും അമ്പിളിച്ചേട്ടനും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്താണ്. ശ്രീ ജോൺ ബോളും ശ്രീ കലൂഡിനീസുമാണ് എൻ്റെ തിരക്കഥ ഒരുക്കിയത്. അതെനിക്കൊന്ന് ജയറാമിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമയാണ്. ജയറാം ആദ്യമായിട്ട് ഒരു കോമഡി ചെയ്യുന്ന സിനിമ അതാണെന്ന് തോന്നുന്നു. പിന്നെ ജയറാം ഒരു കോമഡി സിനിമകളുടെ വക്താവായി മാറി. ജയറാമിൻ്റെ ആദ്യത്തെ 1-2 സിനിമകൾ അവരൻ, മൂന്നാം പക്കം, അതൊക്കെ സീരിയസ് സിനിമകളായിരുന്നു. ജയറാം ആദ്യമായിട്ട് വി ഹെൽപ്പ് എന്നുള്ളത് ഇത് കോമഡി ലെവലിലേക്ക് ജയറാമും ജഗതിയും അഭിനയിച്ചൊരു സംഭവം. അതൊരു കൂട്ടുകെട്ടും ആദ്യത്തെ ഇതിലാണെന്ന് തോന്നുന്നു. അതെ കറക്റ്റ്. ഒരു ഹ്യൂമർ, ജയറാം ആദ്യമായിട്ടൊരു കോമഡി ഒരു ഹ്യൂമർ ചെയ്യുന്ന സിനിമ വിറ്റ്നസ് ആണ്.